കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടത്തി. യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കുഞ്ഞുങ്ങളുടെ ഒരു വലിയ ഗ്യാങ്, പുതിയ തലമുറയുടെ ഒരു ഗ്യാങ്ങിനെ ഉണ്ടാക്കണം, നല്ല ഗ്യാങ്ങിനെ ഉണ്ടാക്കണം. കാരണം ഇപ്പോൾ ഉത്സവപ്പറമ്പിലൊക്കെ എന്നും അടിപിടിയും ബഹളവും ഒക്കെ സങ്കടം വരും നമുക്ക് ഓർക്കുമ്പോൾ. കാരണം ഇവരല്ല അതൊന്നും ചെയ്യുന്നത്, ഇവരൊരു കൂട്ടുകൂടി ഇങ്ങനെ പോകുന്നു. അപ്പം അവരെ നമ്മൾ ബോധപൂർവം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പദ്ധതി രേഖയിൽ അതൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. പിന്നെ കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒപ്പം അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും നമുക്ക് യോജിച്ചൊരു പ്രവർത്തനം പ്ലാൻ ചെയ്യണം. ഒരു കലണ്ടർ ഉണ്ടാക്കിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തിന് ചെയ്യാവുന്നത് നേരത്തെ പറഞ്ഞാൽ ആ റോഡുകൾ പിന്നെ MLA ഇതിൽ വരത്തില്ല. പഞ്ചായത്ത് ഏതൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ 5 വർഷം കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് ഒരു ഡെവലപ്മെന്റ് ആയിരിക്കും കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. സ്റ്റേഡിയത്തിന്റെ പൈസ ഞാൻ കഴിഞ്ഞ ദിവസം അബ്ദുറഹ്മാൻ മിനിസ്റ്റർ കണ്ട് ചോദിച്ചു. അത് പൈസ ഇപ്പോൾ ഷോർട്ട് ആയതുകൊണ്ടാണ് എങ്ങനെയും നമുക്കൊന്ന് തീർക്കണം എന്നൊരാഗ്രഹമാണ്. പ്രസിഡന്റ് വന്നെന്ന് തന്നെ ആദ്യം ആവശ്യപ്പെട്ടത് എന്നെ ഒന്ന് സഹായിക്കാമോ, അതിന് ഇത്തിരി പൈസ കണ്ടെത്തി തരാം. ഇപ്പം വിചാരിച്ചാൽ 35 ലക്ഷമൊക്കെ ഈസിയായിട്ട് കിട്ടും. ഒന്ന് വിചാരിച്ച് നോക്കണേ, ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാം, ബാക്കി ഞാൻ തരാം. അങ്ങനെ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. എന്തായാലും എല്ലാ മേഖലയിലും ഗവൺമെന്റിന്റെ വികസനം എത്തിക്കാൻ കൃത്യമായി ഏറ്റവും അടിസ്ഥാന യൂണിറ്റായി പ്രവർത്തിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകളാണ്. ഈ വികസന സെമിനാറിൽ വിശദമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വളരെ വലിയ പങ്കാളിത്തത്തോടുകൂടി ചേർന്ന് വർക്കിംഗ് ഗ്രൂപ്പ് എടുത്ത നിർദ്ദേശങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി, ഗ്രാമസഭയൊക്കെ ചർച്ച ചെയ്ത് വികസന രേഖയായി ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ കായംകുളത്തിൻ്റെ വികസനത്തിന് വലിയ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന MLA വലിയ പങ്ക് നമ്മുടെ കണ്ടലൂരിൻ്റെ വികസനത്തിൽ ഉണ്ടായിട്ടുണ്ട്. വരുന്ന നാളുകളിൽ നമ്മൾ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഒന്ന് നമ്മുടെ സ്കൂളുകളിൽ കേട്ടോ MLA, നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥി ഹരിത സേന എന്ന പേരിൽ ഒരു പരിപാടി നമ്മൾ ഈ പ്രാവശ്യം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അതിന് അവർക്കെല്ലാവർക്കും 1500 രൂപ വീതം സ്കോളർഷിപ്പ് കൊടുത്തു. അപ്പോൾ അടുത്ത വർഷം സ്കൂളിൽ ആദ്യം, എനിക്കൊന്ന് കേരളത്തിലാദ്യമായി നമ്മുടെ കണ്ടലൂർ പഞ്ചായത്തിലാണ് അത് രൂപീകരിക്കുന്നത്. പഞ്ചായത്തിന്റെ 2026-2027 വർഷത്തെ വികസന രേഖ പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ D. അംബുജാക്ഷി, വൈസ് പ്രസിഡന്റ് R. ഷൈനി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ A. അജിത്ത്, രമ്യ ബിനു, സെക്രട്ടറി രാജഗോപാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേന്ദ്രബാബു, S. രാജേഷ്, അഡ്വക്കേറ്റ് N. രാജഗോപാൽ, T. ബിന്ദു, അശ്വതി, പൊന്നി സുരേഷ്, റീന ഉദയൻ, രാഹുൽ കവിരാജ് എന്നിവർ പങ്കെടുത്തു. പ്ലാനിംഗ് ക്ലർക്ക് മിനി നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.